പിന്നെ ഇവര് കുട്ടികളൊന്നും ഒരു കാരണവശാലും കൈനിക്കരെന്ന ജംഷാദ് അതൊന്നും പറയില്ലല്ലോ. ചെറിയ കുട്ടി പറയില്ലേ. ഓനക്ക് പരാതി നിന്റെ രീതിയിലല്ലല്ലോ പരാതി വരുന്നത്, മോളെ രീതിയിലാണ് ആളുടെ പരാതി വരുന്നത്. അതാ പൊട്ടനെ ചിന്തിക്കാനായിട്ടില്ലേ. എല്ലാ റെക്കോർഡ് കാര്യമായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ഡ്രാഫ്റ്റ് ചെയ്തല്ല ഇത് വെച്ചിട്ട് അവളുടെ കൈയക്ഷരത്തില് ഞാൻ ഉണ്ടാക്കി തരും. എന്നിട്ട് ഈ സാധനം അവളെ കൊണ്ട് എഴുതിക്കണം ഈ പറഞ്ഞ സാധനങ്ങള്. എന്നിട്ട് അവളെ കൊണ്ടുതന്നെ അവളെ ഭാഷയിൽ എഴുതിപ്പിക്കണം. ഒരാൾ എഴുതി തന്നു പറയരുത്. ഇല്ല, ഇവളോട് മാത്രമേ ഇവളെ പൊയ്യ എടുക്കുള്ളൂ. പക്ഷെ നമ്മള് മുൻകരുതലായിട്ട് നമ്മൾ എന്താ അറിയില്ലാന്ന് അവരെ പഠിപ്പിച്ചിട്ട് എന്താ കുഴപ്പം? തെറ്റൊന്നുമില്ലല്ലോ. എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, നീ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞ മാതിരി കേട്ട് നിന്നോ. ആർക്കും ചെയ്യാൻ പറ്റൂല അന്ന അവിടുന്ന് രക്ഷിക്കാനേ. എൻ്റെ പേര് പ്രജിത. ഞാൻ മലപ്പുറം പരപ്പനങ്ങാടിയിലാണ് എൻ്റെ വീട്. ഞാൻ ഹോം നേഴ്സായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. 2022 ഒക്ടോബർ മാസത്തിൽ ഞാൻ തിരൂര് കൈനിക്കര ജംഷാദ് എന്ന് പറഞ്ഞ ഒരു വക്കീലിൻ്റെ വീട്ടിലേക്ക് പണിക്ക് പോയിരുന്നു. അവിടെ അവനൊരു വക്കീലാണെന്നാണ് പറയുന്നത്. അവൻ്റെ ഉമ്മാനെ കാലിൻ്റെ 2 കാലും ഓപ്പറേഷൻ ചെയ്തിട്ട് അത് നോക്കാനായിരുന്നു പോയിരുന്നത്. 4 മാസം ഞാൻ അവൻ്റെ വീട്ടിൽ നിന്നിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ആ വീട്ടുകാരായിട്ട് നല്ലൊരു ബന്ധമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതിൻ്റെ ഇതിൽ ഒരു ദിവസം ജംഷാദിനെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചി ഗൾഫിലേക്ക് വരണമെന്ന് ചോദിച്ചു. അപ്പോൾ എന്തായെന്നൊക്കെ ചോദിച്ചപ്പോൾ അറിയുന്ന ആളല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ഓക്കെ പറഞ്ഞു. ജംഷാദ് എന്നെ ദുബായിലേക്ക് കൊണ്ടുപോയത് 2023 മെയ് 10-ാം തീയതിയാണ്. മെയ് 10-ാം തീയതി ഞാൻ പോയി 11-ാം തീയതി തൊട്ടിട്ട് എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നവംബർ 4-ാം തീയതിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഞാൻ നാട്ടിലെത്തിയത്. പിന്നെ നാട്ടിലെത്തി നവംബർ 18-ാം തീയതിയാണ് പരാതി കൊടുത്തത്. ദുബായിൽ വെച്ചിട്ട് ജംഷാദിനെ പല രീതിയിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഹരാസ്മെന്റ് ചെയ്തിരുന്നു. പല രീതിയിലും ബുദ്ധിമുട്ടിച്ചിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് പരാതി കൊടുത്ത് DYSPന്റെ ഓഫീസിലെത്തിയതിന് ശേഷമാണ് കേസ് അട്ടിമറിയായി പോയത്. എന്ന് വെച്ചാൽ ജംഷാദും DYSPയും തമ്മിൽ സുഹൃത്ത് ബന്ധമാണ് എന്ന് ഉള്ള ഒരു ഇതുണ്ട്. അത് ആ ഒരു പരിചയത്തിൻ്റെ പേരാണ് അയാൾ എന്നോട് പിന്നെ കേസായിട്ട് മുന്നോട്ട് പോയാൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് എന്നെ കുറേ രീതിയിൽ പിന്തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷെ പോകുന്ന മുന്നേ അവൻ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അത് ഞാൻ അന്ന് പറ്റൂല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഗൾഫിലേക്ക് വന്നതിന് ശേഷം അവൻ നാട്ടിൽ നിന്ന് പറഞ്ഞ കാര്യം എന്നോട് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. അതെന്തെന്നാലും അവൻ തിരൂര് സ്റ്റുഡിയോ നടത്തുന്ന ഒരു പയ്യനുണ്ട്. അവനെ എൻ്റെ മോള് അവനെ വിളിക്കണം, ചാറ്റ് ചെയ്യണം, വീഡിയോ കോൾ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ചെക്കനെ പോക്സോ കേസിൽ അകത്താക്കി കൊടുക്കണം എന്നാണ് ഇവ എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാനത് ആദ്യം പറ്റൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ ഗൾഫിലുണ്ടായിരുന്ന സ്റ്റാഫുകളൊക്കെ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഇവൻ ഭയങ്കര ഒരു ക്രിമിനലായിട്ടും വീക്ക്നെസ് ഉള്ളതായിട്ട് ഒരാളൊക്കെ ആയിട്ടാണ് ഞാൻ അവിടെ കാണുന്നത്. അവിടെ അവന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന പണിയാണ്. 15 ദിവസം കൊണ്ടും 1 മാസം കൊണ്ടൊക്കെ +2 നമുക്ക് ഏത് സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടത് അത് അവൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ വീണ്ടും എന്നോട് ഈ ചെക്കനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകൾ എന്നോട് പറഞ്ഞു, ചേച്ചി അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിന്നോളം പറഞ്ഞു. ഞാൻ അതുപോലെ നിന്ന് ലാസ്റ്റ് ഇവൻ ഈ സ്റ്റാഫുകളുടെ ഇടയിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യണില്ല എന്ന് മനസ്സിലാക്കി. അത് കാരണം അവൻ എന്നെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഹരാസ്മെന്റ് ചെയ്തു. അവിടുത്തെ ഓഫീസിൽ നിന്ന് പുറത്താക്കി, ഫ്ലാറ്റിൽ നിന്ന് പുറത്താക്കി, റൂമിൽ നിന്ന് 11:30 നേരത്തെ റൂമിൽ നിന്ന് ഒഴിവാക്കി. പാസ്പോർട്ടും എൻ്റെ ഫോണൊക്കെ റൂമിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയതായിരുന്നു. ലാസ്റ്റ് പാസ്പോർട്ട് എനിക്ക് തന്നു, ഫോണ് തന്നില്ല. എൻ്റെ നാട്ടിലെ സിമ്മും കാര്യമൊക്കെ അവൻ്റെ കയ്യിൽ. എന്നിട്ട് ആ സിമ്മിൽ എൻ്റെ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഞാനിവിടെ പല വേണ്ടാത്ത രീതിയിലാണ് ജീവിക്കുന്നത്, അങ്ങനെ പലതരത്തിലുള്ള അസഭ്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സുകളെ വിളിച്ച് പറഞ്ഞു. എന്നിട്ട് പാസ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ നാട്ടിലേക്ക് വരാൻ വേണ്ടി നിന്ന് ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് എന്നെ ഔട്ടടിച്ച്. അപ്പോൾ അവൻ അബ്സ്കോണ്ട് ചെയ്തിട്ടുണ്ട്, നാട്ടിലേക്ക് വരാൻ പറ്റാത്ത രീതിയിലാക്കി തീർത്ത്. എന്നിട്ട് അവിടെയുള്ള കുറേ ആൾക്കാരെ ഒരു സഹായം കൊണ്ട് ഞാൻ അവിടുത്തെ ആമിർ സെൻറ്ററിൽ പോയി, പിന്നെ തസ്ലീൽ പോയി, അവൻ്റെ വിസ ക്യാൻസൽ ചെയ്തു, അബ്സ്കോണ്ടൊക്കെ നീക്കി, ഇമിഗ്രേഷനിലൊക്കെ അത് എംബസി ഇടപെട്ടിട്ട് എനിക്കെല്ലാം
ശരിയാക്കി ഞാൻ നാട്ടിലെത്തി. അവരറിയാതെ നാട്ടിൽ വന്നു. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഞാനിവിടെ സ്റ്റേഷനിൽ ആദ്യം മലപ്പുറം പോയി പരാതിയേറ്റ്. അപ്പം അവർ പറഞ്ഞു തിരൂരാണ് ഈ വ്യക്തി ഉള്ളത്, തിരൂർ കൊടുക്കണം എന്ന് പറഞ്ഞു. തിരൂര് ഞാൻ 18-ാം തീയതി നവംബർ 18-ാം തീയതി ഞാൻ പരാതിയായിട്ട് പോയി. അപ്പോൾ അവർ ആ വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ആ പരാതി കൊടുത്തിട്ട് പിന്നെ ഒരു ഇതുമില്ലാഞ്ഞപ്പോൾ ഞങ്ങൾ മലപ്പുറം SP ഓഫീസിൽ പോയി 21-ാം തീയതി. അവിടെ പോയപ്പോൾ SP സാറ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. തിരൂര് DYSP സാർക്ക് കൊടുത്തു. ഇത് അങ്ങനെ DYSP ഓഫീസിൽ തന്നെ വിളിച്ച് ഞാൻ അവിടെ പോയി. ഫസ്റ്റ് ദിവസം പോയപ്പോൾ DYSP സാർ ഇല്ല എന്ന് പറഞ്ഞിട്ട് പരാതി ഇടുന്ന ഒരാള് കാര്യങ്ങളൊക്കെ ചോദിച്ചു പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോൾ ഇവര് പറയുന്നത് പിന്നെ ഇങ്ങനത്തെ കേസ് ഇതായിട്ട് മുന്നോട്ട് പോയാൽ എനിക്ക് പ്രശ്നമാണ്. ഇനി ഇവൻ ജംഷാദ് എന്നെ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ തെളിവ് സഹിതന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടും അതൊന്നും ഒന്നുപോലും അവരാരും നോക്കുന്നില്ല. നോക്കാതെ അവര് പറയുന്നത് ഇത് പിന്നെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്, മോളെ കോടതിയിൽ ഹാജരാക്കിയിട്ട് വൈദ്യുതി പരിശോധനയ്ക്ക് കൊണ്ടുപോകും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ കേസിൽ നിന്ന് ഒരു പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. പിന്നെ ഞാൻ അവിടെ കൊടുത്ത മൊഴി ഞാൻ വായിച്ച് കേട്ട് ഒപ്പിട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ കൊടുത്തതിന് ശേഷം പരപ്പനങ്ങാടിയിലേക്ക് ആ കേസ് എത്തി. എന്നെ അവിടെ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ കൊടുത്ത മൊഴിയല്ല അപ്പൊ അവിടെ ഉണ്ടായിരുന്നത്. അവര് CSR ഒക്കെ വായിച്ചിട്ട് ചിരിക്കുക ചെയ്തത്. അപ്പോൾ 3-4 വട്ടം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടും ഇത്രയും തെളിവുകൾ ഇവൻ ഉണ്ടായിട്ടും ഇവൻ എൻ്റെ വീട്ടില് എൻ്റെ അമ്മയുടെ അടുത്തും എൻ്റെ നാട്ടിലൊക്കെ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ അവിടുന്ന് മോഷ്ടിച്ച് പോന്നിക്കണം എന്നൊക്കെ പറഞ്ഞെങ്ങാണ്ട് പ്രചരണം നടത്തുക. പല രീതിയിലും വീട്ടിൽ വന്നിട്ട് അമ്മേനൊക്കെ ഭീഷണിപ്പെടുത്തുക, മക്കളെ സ്കൂൾ ചോദിക്കുക, അവരെ കൊല്ലുന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലതരത്തിൽ ഭീഷണികളായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടും ഈ കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം സ്റ്റേഷനിൽ കൊടുത്തിട്ടും അവരൊന്നുപോലും നോക്കാതെ ഇതുവരെ ആയിട്ടും എനിക്ക് അതിനൊരു യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നാട്ടിൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, നാട്ടിലുള്ള ആൾക്കാർ എന്നെ വേറെ രീതിയിൽ കാണുന്നു, ഒരു ജോലിക്ക് പോകാൻ വയ്യ. ഞാൻ പോയാലേ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇങ്ങനെ ഇവനൊരു ക്രിമിനൽ ബുദ്ധിയായിട്ട് നടക്കുന്ന ഇവൻ ഒരുപാട് പെൺകുട്ടികളെ ഇവൻ ഇങ്ങനെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അവിടെ കാസർഗോഡ്, കണ്ണൂർ, എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് പെൺകുട്ടികളെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ പാടില്ല. അത് ഞാൻ ഇത് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ അവന് രക്ഷപ്പെടാനുള്ള ഒരു ഇതാണത്. അവൻ രക്ഷപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനത്തെ ആൾക്കാർ ഒരിക്കലും വളരാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. എന്തായാലും ഞാൻ പെട്ട് ഒരു പെൺകുട്ടികളും ഈ ഒരു കാര്യം ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാതിരിക്കരുത്. ഇവൻ എന്തായാലും പിന്നെ ഓരോ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചീറ്റിങ് ചെയ്യാണ്. ഇതൊന്ന് വെളിപ്പെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. എല്ലാ റെക്കോർഡ് കാര്യമായിട്ടാണ് നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്തല്ല. ഇത് വെച്ചിട്ട് അവളുടെ കൈയക്ഷരത്തില് ഞാൻ ഉണ്ടാക്കി തരും. എന്നിട്ട് ഈ സാധനം അവളെ കൊണ്ട് ഏൽപ്പിക്കണം, ഈ പറഞ്ഞ സാധനങ്ങള്. എന്നിട്ട് അവളെ കൊണ്ടുതന്നെ അവളെ ഭാഷയിൽ എഴുതിപ്പിക്കണം. ഒരാൾ എഴുതി തന്നു പറയരുത്. അപ്പൊ അങ്ങനെയൊക്കെ അത് ചെയ്യാം നമുക്ക്. അതിന്റെ സാധനങ്ങൾ യൂട്ടിൻസ് ഒക്കെ വെച്ച് അങ്ങനത്തെ ആ രീതിയിൽ ഇവര് തമ്മിലാവട്ടെ, ആ രീതിയിലേക്ക് ആക്കണം. കാരണം നിങ്ങളെ മൊഴി എടുക്കാൻ നിങ്ങൾ വേണ്ടേ? നിങ്ങളോട് ഉണ്ടാവില്ലല്ലോ. പെൺകുട്ടല്ലേ. പിന്നെ ഇവര് കുട്ടികളൊന്നും ഒരു കാരണവശാലും കൈനിക്കരെന്ന ജംഷാദ് അതൊന്നും പറയില്ലല്ലോ. ചെറിയ കുട്ടിയും പറയില്ലേ? ചെറിയ കുട്ടീനെയൊക്കെ ചോദ്യം ചെയ്യും. ഇല്ല, ഇവളോട് മാത്രമേ ഇവളെ മൊഴി എടുക്കുള്ളൂ. പക്ഷെ നമ്മള് മുൻകരുതലായിട്ട് നമ്മളെന്താ അറിയില്ലാന്ന് ഓരെ പഠിപ്പിച്ചിട്ട് എന്താ ഇപ്പൊ തെറ്റൊന്നുമില്ലല്ലോ. നല്ല പഠിപ്പിക്കല്ല ഞാൻ പറ. വലുതിന്റെ കാര്യം ഓക്കെ, രണ്ടാമത്തേന്റെ കാര്യം വെച്ചാല് അതിങ്ങോട്ട് പൊന്തി വരുന്നല്ലേ ഉള്ളൂ. പറഞ്ഞു കൊടുക്കണ്ടേ വെച്ചാൽ ഈ കാര്യങ്ങളൊന്നും അവർക്കൊന്നും അറിയാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊന്നും അറിയൂലല്ലോ. അത് നമ്മള് രഹസ്യമായിട്ട് സീക്രട്ട് ആയിട്ട് ഇതൊക്കെ 2-3-4 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ചേച്ചി. ഇതൊക്കെ അപ്പോഴൊക്കെ വലുതായിട്ടുണ്ടാവും. ഇതൊരു കേസ് പോകുമ്പോൾ തന്നെ എന്റെ പേരിൽ 2 കേസ് കൊടുത്തതറിയില്ലേ? ഇന്ന് 4 കൊല്ലായി. അതിലെന്താ ഇന്ന് സമൻസ് പോലും വന്നിട്ടില്ല. ഓന് പേടി ഉണ്ടാവും. ഇങ്ങനെയാ ഓനക്ക് ഇങ്ങനെ ഭയപ്പാടുണ്ടാവൂലേ? ഞാൻ എപ്പോഴാ പണി തരാ, എപ്പോഴാ പണി തരാ, കൊല്ലുവോ അല്ലെങ്കിൽ എന്തെങ്കിലും പണി തരുമോ, ഇങ്ങനെ ആലോചിച്ച് പുണ്ണാക്കി നടക്കല്ലേ ടെൻഷൻ അടിച്ചിട്ട്. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ പണി വരുന്നുണ്ടോന്നൊക്കെ അവൻ ചിന്തിക്കൂലേ? പക്ഷെ അവൻ ഇപ്പോഴും ചിന്തിക്കണില്ലല്ലോ. മോളെ
പൊട്ടനെ മനസ്സിലായിട്ടില്ല. എങ്ങനെ ഓനക്ക് പരാതി നിന്റെ രീതിയിലല്ലല്ലോ പരാതി വരുന്നത്, മോളെ രീതിയിലാണ് ആളുടെ പരാതി വരുന്നത്. അതാ പൊട്ടനെ ചിന്തിക്കാനായിട്ടില്ലേ? അപ്പൊ ചിന്തിച്ചിട്ടുണ്ടാവും ചിലപ്പോ, അതുകൊണ്ടാവും ഫോട്ടോ തരാത്തത്. അതിന്റെ രീതി ആവേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പബ്ലിക് അല്ലേ, ഞാൻ പബ്ലിക് നിന്റെ ഫേസ്ബുക്ക് ഒക്കെ അറിയാലോ, ലക്ഷക്കണക്കിന് മില്യൻസും അല്ലേ, അതിനെന്താ പ്രശ്നമല്ല, ആർക്കും കാണാം, കുഴപ്പമില്ല, നിങ്ങൾക്കും കാണാം, ആർക്കും കാണാം. പിന്നെ ഓരെന്താ ഞാൻ കൊല്ലാൻ നടക്കാൻ പേടിക്കുന്നെന്താ? ദൈവം ഉണ്ടോ? എന്നോട് ദൈവത്തിനെ വിശ്വാസം, അത്യാവിശ്വാസം എനിക്ക്. ഞാൻ അന്നെപ്പോലത്തെ കുറെ പാവപ്പെട്ട സ്ത്രീകളെ നിങ്ങളെ സഹായിക്കലുണ്ട്, വീടുണ്ടാക്കും പല കാര്യത്തിലും. അവരൊക്കെ നിന്റെ പ്രാർത്ഥന ഉണ്ട്. ആ ഒരുപാട് അമ്മമാരുണ്ട്, ഞാനെടുത്ത് കുറെ ആൾക്കാരുണ്ട്, കുഞ്ഞമ്മടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. മര്യാദക്ക് എന്താ ചെയ്യാൻ വേണ്ട എന്ന് വെച്ചതാ. പക്ഷെ ഞാൻ നിങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം ഉള്ളത്? ഇതിനൊക്കെ വേറെ ഏതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അവിടൊക്കെ ഇവർ ഈ വിസന്റെ ആൾക്കാരെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നറിയോ? ഞാനൊരു ഉള്ളിലൊരു നന്മയുള്ള മനുഷ്യനായതുകൊണ്ടാ. വേറെ ഏതെങ്കിലും ബോസുമാരോട് നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ല, നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് അറിയാം, നിങ്ങളെ അവിടുന്ന് പോരുമില്ല, ഒരു ജോലി എടുക്കാൻ പറ്റില്ല, പട്ടിണി ഇടുന്ന അവിടെ കിടക്കേണ്ടി വരും. പല രീതിയിലും ജയിലിലാക്കാൻ പണി അവിടെ ഉണ്ട്, ഇറങ്ങൂല അവിടുന്ന്. ഞാനേ അത്രയും മനുഷ്യനോട് സ്നേഹം ഉണ്ടായതുകൊണ്ടാ. ഉള്ളില് ആ ദയ ഉണ്ട് വെച്ചോ, നന്മ ഉണ്ട് വെച്ചോ. ഞാൻ അങ്ങനെ ഒരാളെ കുടുംബം നോക്കുന്ന ആൾക്കാരെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ പണി തന്നിട്ടില്ല, ഞാനത് ചെയ്യൂല. ചെറ്റല്ലേ ഞാൻ നിങ്ങളെ മാതിരി. അതേപോലെ ഞാൻ ഇതേപോലെ സീനിയറായിട്ടും ജൂനിയർ ആയിട്ടൊക്കെ വക്കീൽ ഓഫീസിലും പല ആൾക്കാർ ഇഷ്ടമാണ്, പക്ഷെ അവരൊക്കെ ഒന്ന് സ്നേഹിച്ചിട്ടുള്ളൂ. ഞാൻ ഇതേമാതിരി ഒരു ഭക്ഷണം എനിക്ക് ചോറ് തരുന്ന അല്ലെങ്കിൽ തരുന്ന ആൾക്കാർ കുറവുണ്ട്, അവരൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല. എന്ന് ആ ഒരു ഭക്ഷണം എൻ്റെ കൈകൊണ്ട് കഴിച്ചിട്ടുണ്ട്, ഇന്നും അതെന്റെ ഉള്ളിലുണ്ട്. അവർക്ക് ആ പണി കൊടുക്കൂല. കാരണം അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് സ്വന്തം അച്ഛനെ ഇതാക്കണ പോലെ, മനസ്സിലായ? അല്ല ചോദിച്ചെന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്കൊന്ന് ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടണം. ഫുള്ള് എന്റെ കുട്ടി ഇതുവരെ ചാറ്റ് ചെയ്തതും ആ സെയിം നമ്പറിലും അവിടെ നമ്പറിൽ ആ സെയിം നമ്പറിൽ ചാറ്റ് ചെയ്തതും അതൊക്കെ എനിക്കിന്ന് കിട്ടണം. ഫുള്ള് സാധനം ഇന്ന് ഇത് കിട്ടണം. പിന്നെ ഞാൻ എന്നോട് ഇപ്പോഴും ചോദിക്കാം, പൊട്ടനാക്കാണെങ്കിൽ മോളെ അതിന്റെ കഴിഞ്ഞിക്കണം. സത്യം പറഞ്ഞോ? ഞാൻ അന്നെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ചു, ചിന്ന പൊട്ടനാക്കി. സത്യത്തിൽ എന്റെ മോള് പോയിട്ടുണ്ടോ അവന്റെ ഒപ്പം? പോയിട്ടുണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? എനിക്ക് നാട്ടിൽ പോണ്ടേ, മക്കളെ കാണണ്ടേ? ഞാൻ പറഞ്ഞ കേട്ടാ എനിക്ക് നല്ലപോലെ പോകും. പോയിട്ടുണ്ടെങ്കിൽ ഇതുവരെയല്ല പോയിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ എനിക്ക് ഈ 1 മണിക്കൂർ കൊണ്ട് എന്റെ മോളെ വിളിച്ച ഫുൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഞാൻ പോയി കളക്ട് ചെയ്തോളാം. മോളെടുത്ത് പോയിക്കോളാം. മോളെടുത്ത് ഞാൻ നേരിട്ട് ചോദിക്കും, പോയിട്ടുണ്ടോ ഇല്ലേ? കള്ളത്തരം പറയണ്ട, സത്യം പറഞ്ഞോ. ഈ പൊട്ടനാക്കില്ല എന്നെ, തോന്നപ്പോ നിനക്ക് 1 മണിക്കൂർ കൊണ്ട് അവന്റെ ഡീറ്റെയിൽസ്. 1 മണിക്കൂറുണ്ടല്ലോ, ഇന്ന് നാട്ടിലെത്തിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. അങ്ങനെ കഴിയൂല, അന്റെ നാട്ടിൽ എനിക്ക് എത്തിക്കാൻ പറ്റൂല. അതിന്റെ മുന്നേ അന്നെ അബ്സ്കോണ്ട് കിട്ടുന്നത് അത് ആദ്യം മനസ്സിലാക്കി ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇനി നാട്ടിക്ക് ഞാൻ ക്യാൻസൽ ചെയ്ത അന്ന് മാത്രമേ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റുള്ളൂ. ചിന്ന പൊട്ടനാക്കണ്ട. ഏത് വലിയ കൊമ്പ വിചാരിച്ചാലും, ഏത് വലിയ യുഎന്റെ പ്രസിഡന്റ് വിചാരിച്ചാലും, കാരണം ഒന്ന് മനസ്സിലാക്കോ, ഒന്ന് ഇന്റെ സ്ഥാപനത്തിലെ വിസയാണ്, അവിടുത്തെ സ്റ്റാഫ് വിസയാണ്. ആ സ്ഥാപനമായിട്ട് വന്നിട്ട് ഒരു കണക്ഷനും ഇല്ല. അബ്സ്കോണ്ടി എന്ന് പറഞ്ഞ സാധനം ചെയ്തിട്ടുണ്ട്, ആദ്യം മനസ്സിലാക്കി ചെയ്തിട്ടുണ്ട്. അപ്പൊ സത്യം ഞാൻ പറഞ്ഞു, നീ പറഞ്ഞ ഈ നാട്ടിൽ നിന്ന് പോണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു എന്ത് ലാബുകൾ ഒരു കാര്യമില്ല. ഉപയോഗത്തിന് കാര്യം എവിടെ വേണമെങ്കിൽ അന്വേഷിച്ചോ. ഇത് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ സത്യം തുറന്നു തന്നാൽ മതി. തുറന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. നാട്ടിലേക്ക് പോകില്ല, ബാക്കി പണി ഞാൻ അവിടെ എനിക്ക് തരാൻ പോകുന്നത്. ഇന്ന് ഞാൻ കയറുകയാണ്, ഇന്ന് ഞാൻ കയറും. പക്ഷെ എനിക്ക് ഓരോന്ന് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് സത്യസന്ധമായിട്ട്. എനിക്ക് റാശി കൂടെ കളിച്ച കളി എന്താന്ന് എനിക്ക് അറിയണം. എന്താണ് പറയും, സത്യസന്ധമായിട്ട് പറഞ്ഞോ. എത്ര ആൾക്കാർക്ക് ഇന്റെ മറ്റേ ന്യൂസും ഇതൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അനാമിക അയച്ചു, ആ പത്രത്തിന്റെ കട്ടിങ് ന്യൂസ് കാണാൻ തെളിവാണ്. എന്തിനാണ് ഇവിടെ ഇതാക്കുന്നത്? എന്തിനാണ് ഉള്ള? ഞാൻ എപ്പോഴും എന്നോട് പറയാം, എനിക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ, നീ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞ മാതിരി കേട്ട് നിന്നോ. ആർക്കും ചെയ്യാൻ പറ്റൂല അന്നെ അവിടുന്ന് രക്ഷിക്കാനേ.
അത് റാഷിദല്ല എന്റെ ഏത് വലിയ ചാരിറ്റി ചെയ്യാൻ പറ്റാ നാട്ടിൽ പോകാൻ പറ്റൂല. ക്യാൻസലേഷൻ എത്ര കാലമായാലും അവിടുന്ന് വരണേ. അത് ഞാൻ പറഞ്ഞ പോലെ നിന്നോ, ഞാനും കൊടുന്ന് എന്റെ വിസ അതിൽ എന്തൊക്കെ കളിക്കാം. ആ കളിച്ചിട്ടുണ്ട്, കളിച്ചില്ലെങ്കിൽ അതിന് വേറെ വലിയ വലിയ സ്റ്റെപ്പായിട്ട് വരും. എന്റെ ഈ ഞാൻ പറഞ്ഞ ഹണി ട്രാപ്പിൽ ഇവര് വന്നിട്ട് ചീറ്റിംഗ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛന്റെ അനിയനും എന്റെ മോനും പൈസ വാങ്ങിയ എല്ലാം നാടും. അപ്പൊ അതിന് നിക്കണ്ട, പഴയ കളി വരിഞ്ഞ് കൂട്ടിയിട്ടുണ്ട് ഞാൻ. അപ്പൊ അതിന് ഞാൻ ആ കളി കളിച്ച നാറും. അതോടെ ഞാൻ പറഞ്ഞ മാതിരി നിക്കണം. പറ്റുമോ? ചോദ്യത്തിന് ഉത്തരം പറയും. എവിടൊക്കെ എന്തൊക്കെ എന്റെ സാധനം അയച്ചു ഇന്റെ കൂട്ടാൻ ഞാൻ അതൊക്കെ എന്റെ വൈഫിനോട് ഒക്കെ കാണിച്ചു. എല്ലാ ഫോട്ടോ ഓരോന്നും എന്റെ ഫോണിൽ നിർത്തതും ഒക്കെ അറിയാം. എല്ലാം എനിക്കറിയാം. എനിക്ക് നാട്ടിൽ പോണെന്നുണ്ടെങ്കിൽ നീ അവിടുന്ന് പോകുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? പോകൂല. അപ്പൊ ആ അക്കൗണ്ടിൽ കേട്ട് കഴിഞ്ഞു. ഇനി തീരുമാനം അപ്പിച്ചിങ്ങി ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ എന്നെ പൊട്ടനാക്കില്ല. അതേപോലെ ഓർക്കിട്ട പണിക്ക് കൊടുക്കണം. പറ്റുമോ? ചോദ്യത്തിന് ഉത്തരം പറയും. പറ്റുമോ? എന്താ എനിക്ക് പറ്റൂല? പറ്റുമോ? ഹലോ, എന്താ പറയണത്? എന്താ മുണ്ടാക്കുന്നത്? എന്താ എനിക്ക് എന്താ ഭയങ്കര ആശ്രയിക്കപ്പെട്ട് പോലെ ഇരിക്കുന്നത്? എന്തേ ഇതൊന്നും നമ്മളറിയില്ല എന്നാ? എന്താ ഇങ്ങനെ നിക്കണത്? ഇതിന്റെ വിപരീതമായിട്ട് ഇജി പറഞ്ഞ മാതിരി ഞാൻ ചെയ്തതിനുള്ള തെളിവ് സഹിതം നമുക്ക് കിട്ടിയ എന്ത് ചെയ്യും? അത് പറയും. ഇജി ഒരു ഭാഗം മാത്രം കേട്ടിട്ട് ഇജി എന്നോട് ഇങ്ങനെ കുറച്ച് ചാടുന്നുണ്ടല്ലോ. ഇത് കുറെ ദിവസമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഒരു ഭാഗം മാത്രം കേട്ടിട്ട് ഇന്നോട് കുറച്ച് ചാടുന്നുണ്ട്. ഈ റാഷിദിന്റെ കാര്യം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം എനിക്കിപ്പോൾ മനസ്സിലായല്ലോ. അവരെന്താ എന്നോട് പറഞ്ഞിട്ടുള്ളത്? ഒരിക്കലും ഇത് അവര് ജംഷാദിന് ചെയ്ത് കൊടുക്കരുതെന്ന്. ഒരിക്കലും ചേച്ചി ഇത് ജംഷാദിന് ചെയ്ത് കൊടുക്കരുതെന്ന്. ഇത് ആഫീസാണ് ഇത് പുറത്ത് വിട്ടത്. ഒരിക്കലും നിങ്ങൾ ചെയ്ത് കൊടുക്കരുത് എന്നോട് പറഞ്ഞത്. ഞാൻ ചെയ്തോ ഇല്ലയെന്ന് നീ അറിഞ്ഞോ? അവരറിഞ്ഞോ? അവരോട് ഞാൻ ഇത് ചെയ്ത് കൊടുക്കും, എന്റെ മോളെ വെച്ച് ഇത് ചെയ്ത് കൊടുക്കുന്നാണോ ഞാൻ പറയേണ്ടത്? ആണോ? സാലറി വേണ്ടേ? അനക്ക് ഇനി എന്റെ റെന്റ് കൊടുക്കണ്ടേ? ഇതൊക്കെ തരുവോ? ഹലോ, തരുവോ? ഒരു ഉറുപ്പ് തരുവോ? അന്ന് ഞാൻ ചോദിക്കട്ടെ, ഇച്ചി 2 കൊല്ലം അക്കൗണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കാലാകാലം അത് ഇതാവണ വരെ ഞാൻ ആ ക്യാൻസൽ ആവണം അവിടെ വരെ നാട്ടിൽ നിൽക്കണ്ടേ? അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കൂലേ? ഹലോ, അനുഭവിക്കൂലേ? അനക്ക് കുട്ടികളെ കാണണ്ടേ? ഹലോ, എനിക്ക് എന്റെ കുട്ടികളെ ഇന്ന് തന്നെ കാണണം. എനിക്ക് ഇന്ന് തന്നെ കാണുന്നുണ്ടെങ്കിൽ ഇന്നൊന്നല്ല ഇന്റെ ഈ കാര്യങ്ങൾക്ക് തീരുമാനമാക്കിയിട്ട് ഇന്നെ പൊട്ടനാക്കിയതും ഒക്കെ ചെയ്തതും ഇന്റെ ഫോട്ടോ ആയിഷാന്റെ ഫോട്ടോസ് എടുത്തതും അത് അയച്ചതൊക്കെ എനിക്കറിയാം. അവിടുന്ന് ഇറങ്ങാൻ പറ്റൂല. എന്നാണോ ഇറങ്ങാൻ നേരെ ജയിലിൽ പോകും. എന്റെ വീട്ടിലാണ് എന്റെ ഭർത്താവിനെ കാണാനും എന്റെ എല്ലാ അച്ഛനും എല്ലാം ഞാൻ പല രീതിയിൽ എന്റെ മോന് വരെ എല്ലാം അറിയും. അപ്പൊ അതുകൊണ്ട് ഇജെന്താ ഇന്നെ പൊട്ടനാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും. ഇന്നെ പൊട്ടറാക്കി എനിക്ക് ഒരു അരമണിക്കൂറിൽ ഒക്കെ ഡീറ്റെയിൽസ് ഇന്നെ പൊട്ടറാക്കില്ല എന്നുണ്ടെങ്കിൽ എന്റെ മോൾ എവിടെയും പോയിട്ടില്ല. അതറിയാം എനിക്ക്. എന്റെ മോൾ എവിടെയും പോയിട്ടുണ്ടാ? എവിടെങ്കിലും പോയിട്ടുണ്ടോ? ചാച്ച ഇത്രയും കാലമായിട്ട് ഈ ഫോട്ടോസും മറ്റൊരു തരാത്ത എനിക്ക് എവിടുന്ന് ഫോട്ടോസ്? ഒരു ഫോട്ടോ ചോരക്കൊണ്ട് വോയിസ് അയപ്പിക്കുക എല്ലതും ഇല്ലാന്നുണ്ടെങ്കിൽ തെളിവുണ്ടാ? തെളിവ് തരാൻ പറ്റുമോ എനിക്ക്? നിന്റെ മകൻക്ക് അറിയോ ഈ കൈനിക്കരയില് ജോലി എന്നത്? പിന്നെ അറിയില്ലേ? അത് അവന് ഓക്കെ, അത് മകനെന്നല്ല അറിയണതല്ലേ, എല്ലാവർക്കും അറിയാന്നുള്ളത്. അവനറിയോ? നീയല്ലേ പറഞ്ഞ ആരും അറിയില്ലാന്ന്? ഇല്ല. നമ്മൾ ഇവനെ താഴ്ത്താക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഏരിയക്ക് ആക്കിക്കരുത്. ഓനങ്ങോട്ട് വരുത്താനുള്ള സംവിധാനം നമ്മൾ ചെയ്യും. ഏരിയക്ക് ഇങ്ങോട്ട് വരുത്താൻ നമ്മൾ ആ സംവിധാനം ചെയ്യും. കാരണം ഇതൊക്കെ ആയിട്ട് പിന്നെ ഇതായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് മറ്റേ ഭീഷണി ഉണ്ട് മറ്റുണ്ട് ഇറങ്ങിയിട്ട് എന്റെ വീട്ടിക്ക് നേരെ ഓരോ ഇതാക്കാം, കോർട്ട് ഓർഡർ ആക്കാം. അമ്മ റിട്ടേൺ ഇങ്ങനെ പല രീതിയിലും ഇതാക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു രൂപത്തിലാക്കാം. അപ്പൊ പിന്നെ ആ ഏരിയക്ക് വരൂല, കുടുംബക്കാരായിട്ട് വന്നു. പിന്നെ അവർക്ക് കോടതിന്റെ ഓർഡർ ഉണ്ടാവും. ഇനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാമ്യം റദ്ദ് ചെയ്യും. ആ സംവിധാനം ചെയ്യും പറയും. അത് പിന്നെ ഒരിക്കലും കോടതിനെ അപ്പൊ തന്നെ കണ്ടീഷൻ വെക്കുമല്ലോ. ഒരു കുടുംബത്തിൽ ആരെങ്കിലും കണ്ടീഷൻസ് സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ വെക്കുമല്ലോ.
ഓനക്കന്നെ അല്ലെങ്കിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ജാമ്യം റദ്ദ് ചെയ്യാതെ ഒരേടി ചെയ്യാലോ. സംവിധാനം നമുക്ക് ചെയ്യാം. അത് പഠിക്കണ്ട. ഓക്കെ ഓക്കെ. കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയാണ് എന്റെ പേര് ഒരിക്കലും പറയരുതെന്നുള്ള കുട്ടികളോട് പറയണം, ചെറിയ കുട്ടികളോട്, ചെറുതിനോട്. പിന്നീട് ഓളെത്ര വയസ്സായി? ചെറുതിനാ? ചെറുതിന് 11. ആ കാര്യം പറയാൻ മനസ്സിലാവില്ലേ? പക്ഷെ അവളോടൊക്കെ ചോദിക്കോ? നമ്മൾ മുൻകൂട്ടി വരുന്ന പറഞ്ഞേക്കാം, നമ്മളോട് ചോദിക്കുന്നില്ല, നിങ്ങളെ രണ്ടാളോടെ ചോദിക്കുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യും? നിന്റെ അച്ഛന്മാരോട് മറ്റുള്ളവരോട് വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഇതുപോലെ ഒരു ഷൂട്ട് പോയിരുന്നു, അങ്ങനെ പോകാത്തതിന്റെ പേരില് കേസ് ഫയൽ ചെയ്യുന്ന പറഞ്ഞിട്ട് എന്റെ അച്ഛന്മാരോടൊക്കെ വന്നിട്ട് ഭീഷണിപ്പെടുത്തി അവരുടെ സാധനം കൊടുക്കണം. ഇളച്ചമാർ അല്ല, ഇവനിക്കില്ലേ ഇങ്ങനെ എന്റെ ഫാമിലിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇതേപോലെ മരുന്ന് അതിന്റെ പേരിൽ ഭീഷണി നാണക്കേടുണ്ടെങ്കിൽ ഹൈക്കോടതി ഇഞ്ചക്ഷൻ ഓർഡർ കൊടുക്കാം. അപ്പൊ നേരെ ഓർഡർ വരും, ഇങ്ങനെ നമ്മുടെ ഫാമിലിയിലോ നാട്ടിലെ പോയിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ പാടില്ല. റാഷിദിന് ഓർഡർ വരും. അപ്പൊ അവൻ വരൂല. ഓരോന്നല്ല, അവന്റെ നമ്മളിതും കൊടുക്കാം, അവന്റെ ഫ്രണ്ട്സുകളോ ആരും കൂട്ടിട്ട് അവിടെ വരാൻ പാടില്ല ഓർഡർ വരും. പിന്നെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അവന്റെ ബെയിലിനെ ബാധിക്കും. അപ്പൊ നമ്മളങ്ങനെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ബെയിൽ ഓപ്പോസിഷന് കൊടുക്കാൻ പറ്റും, ബെയിൽ ക്യാൻസലേഷന് കൊടുക്കാൻ പറ്റും. ആ ഏരിയക്കാരുടെ വിറ്റാളുടെ പരിപാടി. അതൊക്കെയാണ് പ്രശ്നം. അതിനെന്താ ഞാൻ ആദ്യമായിട്ട് എനിക്ക് എന്റെ എതിരെ കേസ് വന്നത് പറഞ്ഞാൽ അവന്റെ സാധനം ഒരു അടിച്ചാണ്ട് നേരത്തെ കൺട്രോൾ പോയിട്ടിരുന്നു. അന്ന് ഞാൻ കുടിച്ചിരുന്നേനെ ഡ്രിങ്ക്സ് കഴിച്ചിരുന്നത്. അവന്റെ സാധനം ചവിട്ടി കൂട്ടി പൊട്ടിച്ചേറി. ഇയാണോ കഴിച്ചത് അതോ ഓനോ? ഞാൻ കഴിച്ച്, ഞാൻ എന്റെ ഫ്രണ്ട്സുകളും ഉണ്ടായിരുന്നു. അന്നേരം വരെ സാധനം ആദ്യം അടിച്ച് നിരത്തി ചവിട്ടി കൂട്ടി. അങ്ങനെ എന്റെ പേരിൽ അവനെ സാധനം കയറി എന്റെ പേരിൽ കേസൊക്കെ ഉണ്ടായി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജയിലിൽ എന്നെ സെല്ലിലിട്ട്. അന്ന് ഞാൻ വക്കീലല്ല. ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരു പോലീസിൽ തൊടൂല എന്നെ, കാരണം വക്കീലോട് ഭയങ്കര പാടാ. അവിടുന്ന് ഇറങ്ങാൻ പറ്റൂല. എന്നാണോ ഇറങ്ങാൻ നേരെ ജയിലിൽ പോകും. അന്റെ വീട്ടിലാണ് അന്റെ ഭർത്താവിനെ കാണാനും അന്റെ എല്ലാ അച്ഛനും എല്ലാം ഞാൻ പല രീതി എന്റെ മോന് വരെ എല്ലാ അറിയും. അപ്പൊ അതുകൊണ്ട് ഇജെന്ത് ചെയ്യാ, ഇജെന്താ ഇന്നെ പൊട്ടറാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും. ഇന്നെ പൊട്ടറാക്കി എനിക്ക് പറഞ്ഞ ഒരു അരമണിക്കൂറിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഇന്നെ പൊട്ടറാക്കില്ല എന്നുണ്ടെങ്കിൽ അന്റെ മോൾ എവിടെയും പോയിട്ടില്ല. അതറിയാം എനിക്ക്. അന്റെ മോൾ എവിടെയും പോയിട്ടുണ്ടാ? എവിടെങ്കിലും പോയിട്ടുണ്ടോ? ചാച്ച ഇത്രയും കാലമായിട്ട് ഈ ഫോട്ടോസും മറ്റൊരു തരാത്ത എനിക്ക് എവിടുന്ന് ഫോട്ടോസ്? ഒരു ഫോട്ടോ ചോരക്കൊണ്ട് വോയിസ് അയപ്പിക്കുക എല്ലതും ഇല്ലാന്നുണ്ടെങ്കിൽ തെളിവുണ്ടാ? തെളിവ് തരാൻ പറ്റും എനിക്ക്? ഹലോ, കൂടെ ഇയാള് മറ്റേതൊക്കെ ഓനക്ക് അയച്ചു കൊടുക്കാൻ അവിടെ ഇതാക്കിയതൊക്കെ എനിക്കറിയാം. അത് ചെയ്യുന്നു എനിക്കറിയാം. ഈ ആണി ട്രാപ്പിൽ കുടുങ്ങിയ എന്താ അവസ്ഥ എന്നറിയോ? ചേച്ചി എന്തൊന്നും ഉണ്ടാത്തതെന്താ? നിങ്ങളല്ലേ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, മറ്റു അത് ചെയ്യിപ്പിച്ചതാണെന്നൊക്കെ. എന്താ കാര്യങ്ങൾ പറയും, കേക്കട്ടെ. സത്യം പറയും, അതാണ് എനിക്ക് അറിയേണ്ടത്. എന്തൊന്നും മിണ്ടാത്തത് എന്താ? എന്താ എല്ലാം അറിഞ്ഞപ്പോ എല്ലാം ഞാൻ അറിഞ്ഞപ്പോ ഒരു പേടിയുണ്ടോ? എനിക്ക് ഒരു പേടിയും എനിക്കില്ല. എനിക്ക് ഒരു പേടിയും എനിക്കില്ല. അതെന്തുകൊണ്ടാ ചോദിക്കി? അതെന്തുകൊണ്ടാ ചോദിക്കി? എന്തുകൊണ്ടാണ്? എനിക്ക് പേടിയില്ല. എനിക്ക് ഒരു പേടിയും എനിക്കില്ല. അത് ജറിഞ്ഞോളൂ. എന്തുകൊണ്ടാണ് ഞാൻ പേടിക്കാത്തതെന്ന് ജറിഞ്ഞോളൂ. എന്തുകൊണ്ടാണ് ഈ പേടിക്കാത്തത് അറിഞ്ഞോളൂ. അല്ലാതെ എനിക്ക് ഉത്തരങ്ങളോ ചോദ്യങ്ങളോ മറുപടികളോ ഒന്നും ഇല്ല. ഞാൻ എന്നോട് ഉത്തരങ്ങൾ ഫോണിലൂടെ സംസാരിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഒരിക്കലും എന്നോട് ഫോണിലൂടെ സംസാരിക്കാൻ തയ്യാറല്ല. അതെന്താ ഫോണിലൂടെ എനിക്ക് എന്താ ഇത്രയും കാലം സംസാരിച്ചത്? എനിക്കെന്താ ഫോണിലൂടെ സംസാരിക്കുമ്പോ ഒരു പേടി? എന്ത് പേടി? ഞാൻ എന്തിനാ എന്നെ പേടിക്കേണ്ടത്? അല്ല, ഞാൻ ഇത്രയും കാലം പിന്നെ എന്തിനാ പേടിക്കണത്? ഞാൻ എന്തിനാ എന്നെ പേടിക്കേണ്ട ആവശ്യം? പിന്നെ ഞാൻ എന്തിനാ എന്നെ പേടിക്കേണ്ട ആവശ്യം എന്താണ്? ഫോണിലൂടെ ചോദിക്കുന്നത് എനിക്ക് ഇപ്പൊ എന്തല്ലാത്തൊരു ഇത് എന്താ ചോദിച്ചാൽ നിങ്ങളൊന്നും ഉത്തരം പറയണില്ലല്ലോ. അതെന്താ പറയ്. ഈ കുറെ ആലോചിച്ച് കളവുണ്ടാക്കണോ?
ചേച്ചി എന്താണ് ഇതൊക്കെ അറിയായിട്ട് ചോദിക്കാം, എന്താണ് ഇതൊക്കെ? ഇന്നെന്നെങ്കിൽ ഇന്ന് നാട്ടിലേക്ക് എത്തിച്ചോ, അതാവും എനിക്ക് നന്നാവുക. ഇന്ന് നാട്ടിലേക്ക് എത്തിച്ചോ, അതാണ് എനിക്ക് നന്നാവുക. അത്രേ ഞാൻ പറയുന്നുള്ളൂ. നീ വിചാരിക്കും ഞാൻ ഭീഷണിപ്പെടുത്തൊന്നുമല്ല. എനിക്ക് ഏറ്റവും നന്നാവല് നാട്ടിൽ ഇന്ന് എത്തിക്കുക, അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇന്നലെ വിളിച്ച് പറയണമെന്ന് വിചാരിച്ച കാര്യമാണിത്. ഞാനൊന്നും ചെയ്യണില്ല. ചേച്ചി ഞാൻ ചോദിക്കട്ടെ, ചേച്ചിനെ പറ്റണൊക്കെ ചേച്ചി ചെയ്തോളി. ഞാൻ രണ്ടും കൽപ്പിച്ചിട്ടുണ്ട്. ഒന്നിട്ട് മരം ഡു ഓർ ടൈ. കാരണം ഇത്ര ഇനി അങ്ങനെ എന്താ ചെയ്യണ്ട, ജീവിക്കണ്ട. ഒന്നിട്ട് ഡു ഓർ ടൈ അത്ര മാത്രം ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ അതിനെ തീരുമാനിക്കും. എനിക്ക് ഒരു കുഴപ്പമില്ല. ആവശ്യത്തിലെത്ര ജീവിച്ച് നടന്ന എല്ലാ രാജ്യക്കാരും എല്ലാം ഇരിക്കണം. ഡു ഓർ ടൈ അതിനാണ് ഞാൻ നിൽക്കുന്നത്. എന്ത് വേണേ ചെയ്തോ, എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്തോ. അവിടെ അവിടെ പോരൂല. അവിടെ നിന്ന് എനിക്ക് ഞാൻ വിചാരിക്കും ഇത്രയും ദിവസം അവിടെ ജോലി കയറിയിട്ടില്ല, അഫ്കോഴ്സ് ഇനി ഞാൻ വിചാരിക്കും. അതുകൊണ്ട് എനിക്ക് നല്ലതിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം. പറ്റുമോ? എന്നാ എനിക്കെന്താ പറ്റുമോന്ന്? പറ്റുമോ? അല്ലെങ്കിൽ നീയും നാറും, എല്ലാരും നാറും, മൊത്തത്തിൽ നാറും, എന്റെ മക്കളും നാറും, എല്ലാരും നാറും. അവിടൊക്കെ എല്ലാരും എത്തും. അവിടുന്ന് പുറത്തിറങ്ങാനും പറ്റൂല ഇന്ത്യയിൽ. അപ്പൊ അതിനൊന്നും നിൽക്കണ്ട. എന്ത് കാണുമ്പോ അതിന്റെ അപ്പുറം ഞാൻ എവിടൊക്കെ ഈ രാജിനൊപ്പറ്റി കളിക്കാൻ പറ്റുമോ എന്നാ നാറി കളി എനിക്കറിയാം. ആ നാറി കളിക്ക് തിരിച്ച് നാറി കളി കളിക്കാൻ എനിക്കറിയാം. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴിച്ച് കൂട്ടുകാന്നല്ലാതെ ആരെ കൊടുക്കാൻ പോകണം? നീയാ കൊടുക്കാൻ പോണേ. ഞാൻ പറഞ്ഞ എനിക്ക് മാസം റെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് സാലറി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എന്നെ നാട്ടിൽ എത്തിച്ചോന്നാ എന്ത് ചെയ്യുന്ന നാട്ടിൽ എത്തിച്ചില്ലെങ്കിൽ ഞാൻ നാട്ടിലെത്തിക്കാൻ അന്ന് ചെയ്യാൻ വേണ്ടിട്ടല്ല. 2 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളല്ല. അങ്ങനെ ഒരാളെങ്ങനെ നാട്ടിൽ എത്തിക്കാം? അത് കോൺട്രാക്ട് ബേസിൽ അത് വയലേഷൻ അല്ലേ? അന്നെ ചെയ്യാനല്ല നാട്ടിലെത്തിക്കാൻ പറഞ്ഞത്, അത് മനസ്സിലാക്കണം. നിങ്ങൾ ഇന്നെ പൊട്ടനാക്കിയതാണ്. നിങ്ങൾക്ക് ഒന്നും നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലെത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ നാട്ടിലെത്താതിനൊക്കെ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ നാട്ടിലെത്താതിനൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ അതല്ല നിങ്ങൾ ഉദ്ദേശം എനിക്കറിയാം. അതുകൊണ്ട് എനിക്കറിയാം. ഞാൻ മണ്ടനൊന്നല്ല. നിങ്ങൾ എന്തിനവിടെ നാട്ടിലെത്തുമെന്നൊക്കെ എനിക്കറിയാം. നാട്ടിലെത്തൂല. എല്ലാ കാര്യങ്ങളും പരിഹരിച്ചതിന്റെ ശേഷം മാത്രമേ നാട്ടിൽ ഇനി എത്തുള്ളൂ. നീ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളുണ്ട് കുറെ, ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലെത്തുള്ളൂ. അതുവരെ എന്തൊക്കെ കളിച്ചാലും നേരിടാൻ തയ്യാറാ. അതിനപ്പുറം ഡബിൾ നാരികളിലേക്ക് നമുക്ക് പറ്റും. അപ്പൊ എന്ത് വേണമെന്ന് നിങ്ങൾ നിങ്ങൾ എന്താ ചെയ്യാ, നിങ്ങൾ ഇനി എന്ത് തന്നെ കളിച്ചാലും അവിടുന്ന് പോരണം എന്നൊരു സാധനം നിങ്ങൾക്ക് ആ നാട്ടിൽ നിന്ന് പോരണം ഞാൻ വിചാരിക്കണം. അല്ലെങ്കിൽ നല്ലപോലെ സംസാരിക്കുക. എന്താണെങ്കിലും ഇതുവരെ സംഭവിച്ച സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഒരു കുഴപ്പമില്ല. എന്നിട്ട് കൂടെ നിൽക്ക്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അന്നെ സേഫിച്ച് നോക്കിക്കോ. അല്ലെങ്കിൽ ഒരാളെന്നെ രക്ഷിക്കാണ്ടാവില്ല. അതാ അനക്ക് മാസം സാലറി ഉണ്ടേ, കുട്ടികൾ പട്ടിണിയാവൂലേ, റെന്റ് കൊടുക്കണ്ടേ? എന്നോടൊരു കാര്യം ഇപ്പൊ എന്റെ സേഫ്റ്റിക്ക് വേണ്ടി പറയാണ്. ഇപ്പൊ ഈ കാര്യങ്ങള് ഈ എല്ലാ കേൾക്കണ്ട, ഞാൻ ഇപ്പൊ എന്റെ നന്മക്ക് വേണ്ടി പറയാണ്. ഞാൻ ഈ ഫുള്ള് ഹിസ്റ്ററി ഇത് ഫുള്ള് ഓന് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ഓന് ഫുള്ള് ഓനും കൂടി കളിച്ച ഡ്രാമ ആണെന്ന് ഞാൻ ഓനെ അറിയിക്കണ്ട. അത് അറിയിക്കണ്ട. മനസ്സിലായ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഇജി എന്ത് മാത്രം എനിക്ക് പറയാനുള്ളതൊന്നും നിങ്ങളൊക്കെ ചോദിക്കുക, ഞാൻ പറയാനുള്ളതൊക്കെ ഞാൻ മനസ്സിൽ വെക്കുക. നിങ്ങളെല്ലാരും എന്റെ തലയിൽ കയറി നിരങ്ങും ചെയ്യാ. നിങ്ങൾക്ക് ആർക്കും ഞാൻ പറയണത് ആരും കേക്ക്, നിങ്ങളെല്ലാരും പറഞ്ഞത് ഞാൻ ഇങ്ങനെ കേട്ടുകാണ്ട് ഇങ്ങനെ ഇരിക്കുക. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് എന്താ ചെയ്തോ പിന്നെ എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്റെ ശവെങ്കിലും ചെണ്ട് കൊടുത്തയക്കല്ലോ, അത് മതി. അത് മാത്രം മതി. ശവെങ്കിലും ചാട എത്തിക്കണം, അത്രേ ഞാൻ പറയുള്ളൂ. ഞാനൊന്നും പറയാനില്ല. ചേച്ചിക്ക് നല്ലപോലെ നല്ല രീതിയിൽ പോണോ, നാട്ടിലൊക്കെ പോണെന്നുണ്ടെങ്കിൽ ചേച്ചി നല്ല രീതിയിൽ എനിക്ക് നാട്ടിൽ പോണം. എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ നാട്ടിൽ പോണം. എനിക്ക് പോയേ പറ്റൂ. അതെന്തായാലും നടക്കൂല. എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്തോ. എനിക്ക് ഇത് ചെയ്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി തന്നിട്ട് ഇത് പോയിക്കോ. അതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്ക് ഇന്ന് പോയേ പറ്റൂ. ഇന്ന് പോയേ പറ്റുന്ന പറഞ്ഞാൽ ഇത് ചെയ്ത് പോയ കാര്യങ്ങളൊക്കെ ഇജായിട്ട് എന്താണ് ക്ലിയർ ആയിട്ട് സോൾവ് ആക്കി തന്നാൽ ഇത് പോയിക്കോ. അപ്പൊ പ്രശ്നമില്ല. എന്റെ കാര്യത്തിൽ ഇടപെടാനൊന്നും വരുന്നില്ല. ഇത് ചെയ്തു വെച്ച കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇജ് സോൾവ് ചെയ്ത് ക്ലിയർ ആക്കി വരിക. നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ആദ്യം തന്നെ പറയാം എനിക്ക് കേസ് ഉണ്ട് എനിക്കെതിരെ. ഇജ് പോവാതിരിക്കലാണ് നല്ലത്, ബെറ്റർ. എന്റെ സേഫ്റ്റിക്ക് വേണ്ടി പറയാം.
അത് ബുദ്ധിമുട്ടാണ്. എനിക്കെതിരെ FIR വന്നിട്ട് ആ FIR കൊടുത്തോട്ടെ. ഹണി ട്രാപ്പില്ല. എനിക്ക് നാട്ടിൽ പോണം. എനിക്ക് നാട്ടിൽ പോയേ പറ്റൂ. എനിക്കിനി ഒരു നിമിഷം അവിടെ നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. എനിക്ക് നാട്ടിൽ പോണം. ഈ റാഷിദിന് റാഷിദിന് ഈ നിമിഷം വിചാരിച്ചാല് 2 ലക്ഷം രൂപ വിസന്റെ പൈസ തന്നാളെ. 2 ലക്ഷം രൂപ വിസന്റെ പൈസ തന്നാളെ. 2 ലക്ഷം രൂപ വിസന്റെ പൈസ തന്നാളെ. ഇന്നലെ വരെ എന്നോട് എന്താ പറഞ്ഞത്? അത് പൊയ്ക്കോന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഈ 2 ലക്ഷം രൂപ വിസന്റെ കാശ് തന്നാളെ. ഇന്നലത്തെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. 2 ലക്ഷം രൂപ വിസന്റെ കാശ് തന്നാളെ. എന്നിട്ട് പൊയ്ക്കോ. 2 ലക്ഷം രൂപ വിസന്റെ അതെന്താ പറ്റുമോ? അതിന് 2 ലക്ഷം രൂപ വിസ കൊടുത്തിട്ടല്ല അവിടെ ഓഫീസ് സ്റ്റാഫായിട്ട് നിയമിച്ചിട്ടുള്ളത്. നാട്ടിൽ എന്തായാലും ഇനി പോകാൻ പറ്റും. അത് എന്താണ്, അത് കോടതി പോയിട്ട് എന്തായാലും അക്കൗണ്ടിങ് ആ സാധനങ്ങളൊക്കെ അതെന്താ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ഇട്ടിക്കണേ ഞാൻ ബുദ്ധിമുട്ടാണ് എനിക്ക്. അത് ഒരുപാട് പണിയുണ്ട് മാറ്റാൻ. അപ്പൊ അതുവരെ എന്റെ ചെയ്തു തന്ന കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ നമുക്കൊക്കെ ഇതാക്കാം. മറ്റേ സൂപ്പർവൈസ് ഇങ്ങനെ എന്ത് എന്നാലും നടക്കൂല. എന്ത് തന്നെ ഇതാക്കിയാലും ആ സാധനം പോകൂല. അത് ഞാൻ സ്പോൺസർ സൈൻ കംപ്ലൈന്റ് ഇല്ലാന്ന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അത് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം അത് മനസ്സിലായി. അത് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി. അത് എത്രമാത്രം ഇനി നാറി കളിയെടുക്കണം അത്രമാത്രം ഞാനും നാറി കളിയെടുക്കും. അപ്പൊ ശ്രദ്ധിച്ചോ, ഇനി ഓനെ ഇട്ട് പോയിട്ട് ഈ വക പല കാര്യങ്ങളും എനിക്കെതിരെ ചെയ്യാണെങ്കിൽ നീ തന്നെയാണ് നാറുക. അത് തന്നെ പറഞ്ഞത്. എന്ത് വലിയ ഡ്രാമ കളിച്ചാലും വെറുതെ അതിന് നിക്കണ്ട. ഇപ്പൊ കുത്തിക്കൊടുക്ക് നാട്ടിൽ പോകുന്നു. ഞാൻ അന്നാണ്ട് നാട്ടിലാണ് വിടുന്ന വിചാരിച്ചിട്ട് കുറെ കാര്യങ്ങൾ ചെയ്ത് കണ്ടമാനം കാട്ടിക്കൂട്ടി വെച്ചതിനൊക്കെ ഞാൻ എന്നെ എന്ത് ചെയ്യണം, നാട്ടിക്കാണ് സുന്ദരമായിട്ട് നാട്ടിക്കാണ് പറഞ്ഞേക്കെന്ന് വിചാരിച്ചിക്കണ. ഞാൻ രക്ഷപ്പെടുന്നു വിചാരിച്ചിക്കണ. നീ ചെയ്തു വെച്ച കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ ചെയ്തു വെച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നീ തന്നെ എന്ത് ചെയ്യുക, ക്ലിയർ ആക്കി ഒക്കെ ഇതാക്കുക. ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നീ തന്നെ എന്ത് ചെയ്യുക, അത് ക്ലിയർ ആക്കുക. അല്ലെങ്കിൽ നീ കുടുങ്ങും. നീ അല്ല, നിനക്ക് ഞാൻ പറഞ്ഞില്ലേ, നീ ഇച്ചും അവനും കൂടെ എത്ര നാറി കളിക്കാൻ പറ്റും അതിനാത്രം നാറി കളി ഞാനും കളിക്കും. ഇനി ഇന്റെ ഈ റെക്കോർഡും കാര്യങ്ങളൊക്കെ അറിയിച്ച് അവിടെ അവനക്ക് അയച്ചു കൊടുക്കുന്നു. ഇന്റെ വോയിസ് അങ്ങോട്ടാക്കലും ഇങ്ങോട്ടൊക്കെ അതൊക്കെ എനിക്ക് അപകടം ചെയ്യാം. വെറുതെ അതിന് എന്റെ വാശി കൂട്ടുക ചെയ്യുക. എന്റെ വാശി കൂടിക്കഴിഞ്ഞാൽ ഞാൻ പൈസ എല്ലാം നോക്കാം. അതിനെല്ലാം ഞാൻ നോക്കും. അനക്ക് നാട്ടിൽ എനിക്കറിയില്ല. അവിടുന്ന് എനിക്ക് ആ നിയമം ആരോടും അബ്സ്കോണ്ട് ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം അപ്പൊ അതുകൊണ്ട് എന്റെ സേഫ്റ്റി ആദ്യം നോക്കിക്കോ. ഇങ്ങനെ അവരും വിളിച്ചിട്ട് ഇങ്ങനെ ഒക്കെ അറിഞ്ഞിരിക്കുന്നു അതാണ് ഇതാണൊക്കെ പറഞ്ഞ് നാട്ടിക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് എനിക്ക്. ഞാൻ ജീവിതത്തിൽ ഇതറിയില്ല. നീ ചെയ്തു വെച്ച കാര്യങ്ങൾ നീ ഒരുപാട് റോങ് എനിക്കെതിരെ പലതും ഇതാക്കിയിട്ടുണ്ട്. ചേറി വന്നാൽ ഇപ്പൊ എനിക്കിത് കൂട്ടാൻ തന്നെ ആയിഷാന്റെ ഫോട്ടോ ഇതൊക്കെ ഞാൻ കറക്റ്റ് എല്ലാം ബോധ്യപ്പെടുത്തി എന്റെ വൈഫിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആകെ അതല്ലേ അത് ഞാൻ ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് കാലി പിടിച്ചിട്ടുണ്ട്. എനിക്ക് അത് ചോദിച്ചോ. പക്ഷേ നീ എന്ത് ചെയ്യാ, നീ ചെയ്തു പോയ നന്മയുടെ പ്രവൃത്തികളുണ്ട്. അത് അനുഭവിക്കുമ്പോ ആലോചിച്ചു. എനിക്ക് എന്റെ 3 മക്കളുണ്ട്, സ്കൂളുണ്ട്, അടിയിട്ട് പലതും വരും. അവരവിടെ കാണൊക്കെ ചെയ്യണം. അപ്പൊ അത് എന്ത് ചിന്തിച്ചോ? ആരും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ 10,000 കുടുംബക്കാരുണ്ടായിരുന്നു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ആരും ഈ സാധനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് ഓരോ വോയിസ് ഇങ്ങനെ കേൾപ്പിച്ചു ഓൻ അങ്ങോട്ടാക്കി ഒക്കെ ഇതാക്കിക്കോ. ഈ ചോദിച്ചതിന് ഉത്തരം ഒന്നും എന്തിന് കറക്റ്റ് എനിക്ക് മറുപടി ഇല്ല. എന്റെ ഫോട്ടോ ഓൻ തന്ന കട്ടിങ് ഒക്കെ ഓരോരുത്തർക്ക് അയച്ചു കൊടുത്തു. നീ സുനിയാട്ടിനോട് എന്താ ആയിഷ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തിന്ന്? മൂപ്പരെന്താ പറഞ്ഞത് മറുപടി? എന്തൊക്കെയാ മൂസിയാന്റെ ഉമ്മാനോട് പറഞ്ഞു കൊടുത്തത്? ഞാർക്ക് അനാബിയൊക്കെ എന്തൊക്കെയൊക്കെ എന്താ എന്നിട്ട് എന്താ ഇവരാണ് വ്യാജ സർട്ടിഫിക്കറ്റ് മറ്റേന്ന് അറിയിട്ട് അവരുണ്ടാക്കിയല്ലേ. എന്നിട്ട് ഇച്ചന്നെ ഓരോന്ന് പത്ര കട്ടിങ് ഒക്കെ അനാമിക്ക് അയച്ചു കൊടുത്തിട്ടില്ലേ? എന്തിനാ ചേച്ചി അതിന്റെ ഒക്കെ ആവശ്യം? എന്നിട്ട് എനിക്ക് ഞാൻ സുഖമായിട്ട് നിനക്ക് നാട്ടിൽ പോണല്ലേ, 2 ലക്ഷം രൂപ വിസയും ഇതൊക്കെ ആക്കിയിട്ടാണ് ജോലിക്ക് കൊടുത്തിട്ട് ഈ ഇത്രയും അവിടുത്തെ കമ്പനിക്ക് ഇതിനെതിരെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് നാട്ടിൽ പോണല്ലേ. എന്നിട്ട് ചിന്ന ഭീഷണി ഇപ്പൊ നാട്ടിൽ അതാണ് എനിക്ക് നല്ലത് അറിയിട്ടില്ലേ? ഹലോ, അത് ഭീഷണിപ്പെടുത്തിയതല്ല. എനിക്ക് നാട്ടിൽ പോകണം അതാണ് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞത്. ഞാൻ ഭീഷണിപ്പെടുത്തി പറഞ്ഞതല്ല. അത് അങ്ങനെ എന്തൊക്കെയത് അത് ഞാൻ ഭീഷണിപ്പെടുത്തി പറഞ്ഞതല്ല. അങ്ങോട്ട് പറയാം, നീ നാട്ടിൽ പോയാൽ നീ നാറും. പല പ്രശ്നങ്ങളുണ്ട്, നീ പോവണ്ട. അത് അനക്ക് നല്ലതെന്ന് വിചാരിച്ചോ. നീ അവിടെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടെ പല സാധനം നമുക്കും പ്ലാൻ ചെയ്യാൻ പറ്റൂലേ, പലതും എനിക്കെതിരെയും പ്ലാൻ ചെയ്യാൻ പറ്റൂലേ. ആദ്യം ഇത് മനസ്സിലാക്കണ്ടേ? എന്താ മണ്ടനാ ഞങ്ങളൊക്കെ? നിനക്ക് മാത്രം ബുദ്ധിയുള്ളൂ, ബാക്കിയുള്ളവർക്ക് ആർക്കും ബുദ്ധിയൊന്നുമില്ലല്ലേ? നീ എല്ലാതും ഇങ്ങനെ അടിച്ചേക്ക് എന്താ ഞാൻ ഭയങ്കര ഫ്രോഡാണ്. ഹലോ, അന്നെ ഞാൻ ചേച്ചിന്ന് വിളിക്കൂല കേട്ടോ. അന്നെ ഞാൻ ചേച്ചിന്ന് ഞാൻ വിളിക്കല എന്റെ നാവ് കൊണ്ടേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നെ മോന്ത അടിച്ചാൻ പൊട്ടിക്കും പന്നി. ഞാൻ ആരാന്ന് വെച്ച്
അറിയും. എനിക്ക് നാട്ടിലേക്ക് പോയാ മതി, നാട്ടിലേക്ക് പോയാ മതി. അനക്ക് ഓജ് പോവൂല. അന്ന ഒരു സാധനം അവിടെ ട്രാവൽ ബാൻ ഇടും. എനിക്ക് പോയേ പറ്റൂ. മാന്യമായിട്ട് അന്നെ കൊണ്ട് പറഞ്ഞ ചെയ്തോ, പറ്റണ ചെയ്യ്. എനിക്ക് നാളെ നാട്ടിലേക്ക് പോയേ പറ്റൂ. നാളെക്കോട്ട് പോകണം എന്റെ രീതിയിൽ ശ്രമിച്ചോക്ക്, പോകാൻ പറ്റുമെന്ന്. എനിക്ക് പോവണം. ശ്രമിച്ചോക്ക്. അങ്ങനൊന്നുമില്ല. അത് ഞാൻ സ്വന്തമായിട്ടല്ല, ഞാൻ ഈ ഒരു ജൂനിയർ ആയിട്ട് കുറച്ചു കാലം ഇരുന്നിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് സ്ഥാപനം ഇട്ടില്ലേ. പഞ്ചായത്ത് ഞങ്ങള് 3 ആൾ ഒരു സ്ഥാപനം. കായില്ലാത്തവരുടെ പോയിട്ട് ഏതെങ്കിലും വക്കീലിനെ പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടന്നിട്ട് ഇങ്ങനെ ജൂനിയർ ആവുക. കായുണ്ടോ വേഗം പോയിട്ട് സ്ഥാപനം ഇട്ടിട്ട് ഞങ്ങളെല്ലാരും കൂടെ സീനിയേഴ്സ് ഞങ്ങളെ കൂടി. അപ്പൊ അതുകൊണ്ട് ഒരു മഞ്ചേരി സ്ഥാപനം എന്റെ കൂടിയാണ്. ഞാൻ ആദ്യം ഹൈക്കോടതിയിൽ 6 മാസം ഹൈക്കോടതിയിലായിരുന്നു. പിന്നെ ഞാൻ തിരുക്കോടതിക്ക് വന്നു. പിന്നെ ഞാൻ നേരെ ജില്ലാ കോടതിയിൽ ഓഫീസ് ഇട്ടു. അപ്പൊ അത്രയും കണക്ഷൻ വേൾഡ് വൈഡ് ഉണ്ട്. സുപ്രീം കോടതി വരെ ഉണ്ടല്ലോ എനിക്ക് കണക്ഷൻ. അതിനെന്താ കുഴപ്പം? എനിക്ക് എല്ലാവരും വൈൽഡ് കണക്ഷനാ. പിന്നെ അത് മാത്രം എന്റെ ഇപ്പൊ LLM പഠിച്ചില്ലേ ഞാൻ ബാംഗ്ലൂരല്ലേ. അപ്പൊ ഈ ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റ്, UP-യിലും ഡൽഹിയിലും എല്ലാം ഉള്ള പിള്ളേരുടെ ഒപ്പം ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണല്ലോ ഞങ്ങൾ പഠിച്ചേ. കേരളത്തിലെ പിള്ളേർ മാത്രമല്ലല്ലോ കർണാടകയില്. ഞാൻ പോകും തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മേജർ ആൾക്കാരെ സപ്പോർട്ട് ഇട്ടാൽ ഞാൻ BJP-ന്റെ പോകില്ലേ. എനിക്ക് എല്ലാരും സപ്പോർട്ട് വേണം. അതിനെ എതിർത്ത് ഞാൻ ആകെ കുടുങ്ങിപ്പേ. ജംഷാദിനെ ദുബായിലേക്ക് കൊണ്ടുപോയത് 2023 മെയ് 10-ാം തീയതിയാണ്. മെയ് 10-ാം തീയതി ഞാൻ പോയി 11-ാം തീയതി തൊട്ടിട്ട് എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നവംബർ 4-ാം തീയതിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഞാൻ നാട്ടിലെത്തിയത്. പിന്നെ നാട്ടിലെത്തി നവംബർ 18-ാം തീയതിയാണ് പരാതി കൊടുത്തത്. ദുബായിൽ വെച്ചിട്ട് ജംഷാദിനെ പല രീതിയിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഹരാസ്മെന്റ് ചെയ്തിരുന്നു. പല രീതിയിലും ബുദ്ധിമുട്ടിച്ചിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് പരാതി കൊടുത്ത് DYSP-ന്റെ ഓഫീസിലെത്തിയതിനു ശേഷമാണ് കേസ് അട്ടിമറിയായി പോയത്. എന്ന് വെച്ചാൽ ജംഷാദും DYSP-യും തമ്മിൽ സുഹൃത്ത് ബന്ധമാണ് എന്ന് ഉള്ള ഒരു ഇതുണ്ട്. അത് ആ ഒരു പരിചയത്തിന്റെ പേരാണ് അയാൾ എന്നോട് പിന്നെ കേസായിട്ട് മുന്നോട്ട് പോയാൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് എന്നെ കുറെ രീതിയിൽ പിന്തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ കേസ് ഞാൻ കൊടുത്ത മൊഴിയിൽ ഞാൻ ആദ്യം കൊടുത്ത മൊഴിയിൽ ഞാൻ വായിച്ചു നോക്കി ഒപ്പിട്ട്. പക്ഷെ പിന്നീട് അവര് വേറെ മൊഴി എഴുതിയിട്ട് എന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ നോക്കി. ഞാൻ അതൊന്നും ഒപ്പിട്ടൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. പരപ്പനങ്ങാടിയിൽ എത്തിയപ്പോൾ ഞാൻ കൊടുത്ത മൊഴിയല്ലായിരുന്നു അതിലുണ്ടായത്. അപ്പോൾ DYSP-ന്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ഇത് മുഴുവനും കേസ് അല്ലാതായി തീർന്നത്.